ഹലോ. അപ്പോൾ ഇതാ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് ചിങ്ങമൊക്കെ പറന്നു മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ ആകാശമായിട്ട് രാവിലെ ഇതിങ്ങനെ സുന്ദരമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നേ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. ചിങ്ങമാസത്തിലെ ആദ്യത്തെ കല്യാണം, നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കൂടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാനും ചേട്ടനൊക്കെ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണേ. മോൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം, പരീക്ഷയുണ്ട്. അപ്പോൾ പിന്നെ മോൾ ഇന്ന് വരുന്നില്ല. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ റെഡി ആയൊക്കെ ഇതാ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ റെഡിയായി കഴിയുമ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ തന്നെ നമുക്ക് കുടുംബക്ഷേത്രം ഈ വീട്ടിലാണ് കേട്ടോ. ഇവരുടെ കുടുംബക്ഷേത്രം അവിടെയാണ്, ചേട്ടൻ്റെയൊക്കെ. അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ വാതിക്കൽ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ടാണ് ഈ കല്യാണം നടക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ആ ക്ഷേത്രം. കുഞ്ഞു ക്ഷേത്രമാണേ. അതിൻ്റെ വാതിക്കൽ പന്തലിടാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കണം അവർ ക്ഷേത്രത്തിൻ്റെ വാതിക്കൽ തന്നെ ഒരു കുഞ്ഞു പന്തലൊക്കെ ഇട്ടിട്ടാണ് കല്യാണം നടത്തിയത്. നല്ല ഭംഗിയായിട്ടാണ് ആ കുട്ടി ഒരുങ്ങിയിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചിറ്റപ്പൻ്റെ മോൻ്റെ മോളാണ്. അപ്പോൾ റിലേറ്റീവൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ കല്യാണമൊക്കെ കാണാൻ പോകുന്നത്. എപ്പോഴും എന്താണെന്നറിയോ, റിലേറ്റീവിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ ആ സമയത്ത് അല്ലാതെ കുറച്ച് നേരത്തെ ചെല്ലുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയി പോരുക ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ അധികം അടുത്ത കല്യാണങ്ങളൊന്നും കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ കൂടിയിട്ടില്ലായിരുന്നേ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം വരുന്നതും അതിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ കുറേ നേരത്തെ പോയിരുന്ന് ഈ ചടങ്ങുകളൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് മഴ പൊടിക്കാൻ തുടങ്ങി ആ അപ്പോഴേക്കും ഉണ്ടല്ലോ, ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര തിരക്കായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ക്യാമറ കുറച്ച് മേളിലേക്ക് വിട്ടുകൊടുത്തു. കൈ കുറച്ച് മേലോട്ട് പൊക്കി വെച്ചിട്ട് ഈ ക്യാമറക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈ മേലോട്ട് വെച്ച് കൊടുത്തിട്ട് ക്യാമറയിൽ ഇങ്ങനെ ഇവരെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നേരിട്ട് ഞാൻ ഈ സീനൊന്നും കണ്ടില്ല കേട്ടോ. ഇത് ക്യാമറയിൽ പകർത്തിയിട്ടാണ് ഞാൻ ഈ കെട്ടുന്ന സീനൊക്കെ കണ്ടത്. എനിക്ക് ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനും, അതുപോലെ നല്ല സ്നേഹമുള്ള നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കുഞ്ഞാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ പൊതുവേ കല്യാണം കാണാനൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ്. പിന്നെ പൊതുവെ ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്, കല്യാണം കാണാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വീഡിയോക്കാരും ക്യാമറക്കാരും ഒക്കെ കൊണ്ടിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. വെറുതെ അവിടെ നിന്ന് ഇടിയും തള്ളും കൊള്ളുന്നതല്ലാതെ ഈ കെട്ടൊന്നും കാണാൻ പറ്റില്ല. അതായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ശരി, ഞാൻ എൻ്റെ ക്യാമറയിൽ ഇതൊക്കെ പകർത്തിയൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ ഇതുപോലെ കയ്യിൽ പിടിച്ച് ഈ ചുറ്റുന്നൊരു കറങ്ങില്ലേ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ സദ്യ കഴിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ള നോൺ വെജ് കഴിക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സദ്യ കഴിക്കുന്നത്. പിന്നെ ഒരു വാഴത്തോട്ടം കണ്ടപ്പോൾ ഞാനും ചേട്ടനും കൂടെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയും ചെയ്തു കേട്ടോ. എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ, ചേട്ടൻ നോക്കാത്തതിൻ്റെ എക്സ്പ്രഷനാണ് ആ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. ടാറ്റാ.